വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ മുതലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരു ഐഫോൺ വാങ്ങണം എന്നുള്ളത്. കാരണം വേറെ ഒന്നല്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് ഐഫോൺ തന്നെ വേണം കേട്ടോ. എന്ന് കരുതി ഉപയോഗിക്കുന്ന ഫോണിന് കുഴപ്പമുണ്ടായിട്ടല്ല, എങ്കിലും നമ്മൾ വിചാരിക്കുന്ന ഒരു ആംബിയൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ഐഫോൺ തന്നെ വേണം. പക്ഷേ ഞാൻ കുറേ യൂട്യൂബിൽ നോക്കിയപ്പോഴും ChatGPTയോട് ചോദിച്ചപ്പോഴും പറഞ്ഞു, അത്യാവശ്യം ഫോണിനേക്കാൾ നല്ലത് ക്യാമറ തന്നെയാണ്, അത് ഹാൻഡിൽ ചെയ്യാനും സുഖമാണെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളൊരു ക്യാമറ അന്വേഷിച്ചിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കി ബഡ്ജറ്റൊക്കെ ഒത്ത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ക്യാമറയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ക്യാമറ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ നാളായെങ്കിലും അതിൽ വീഡിയോ എടുക്കാനായിട്ട് അത്ര വശം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അത് തന്ന കുട്ടി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാൻ അവനും സമയം ഉണ്ടായിരുന്നില്ല, കേൾക്കാനായിട്ട് എനിക്കും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ യൂട്യൂബും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് വീഡിയോ എടുക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് മുതൽ ക്യാമറയിൽ വീഡിയോ എടുത്ത് തുടങ്ങാം എന്ന് പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. പക്ഷെ എടുത്തെടുത്ത് വന്നപ്പോൾ അകത്തൊന്നും ഒരു ലൈറ്റും ഇല്ല കേട്ടോ. എന്നിട്ടും ഞങ്ങൾക്ക് സംശയമായി, ഈശ്വര ഇതെന്താ പറ്റിയേ? കാരണം പുറത്ത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ശരിയാവുന്നുണ്ട്, അകത്ത് മാത്രം എന്താ കുഴപ്പമെന്ന്. പിന്നെ നമ്മൾ നേരെ വീണ്ടും ChatGPTയുടെ അടുത്തേക്ക് ഓടിയിട്ടോ. അപ്പോൾ ആൾ പറയുന്നു, അത്യാവശ്യം ലൈറ്റ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ക്യാമറയിൽ അത്യാവശ്യം ക്ലാരിറ്റി കിട്ടുള്ളൂ എന്ന് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഫുള്ള് ബ്ലാക്കിലാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇത് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. നമ്മൾ ആദ്യം വിചാരിച്ചത് ലാപ്പിലിട്ട് എഡിറ്റ് ചെയ്യാന്നാണ്. അപ്പം അതിൽ ക്യാപ് കട്ട് കാര്യങ്ങളൊക്കെ എടുക്കണം. ഞാനാണെങ്കിൽ വർക്ക് ചെയ്യുന്ന ലാപ്പ് ആയതുകൊണ്ട് അതിൽ കണ്ടമാന സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്തിടാൻ ഒരു മടി കിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഫോണിലോട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇത് കയറ്റാൻ വേറൊരു സാധനം വാങ്ങണമെന്ന്. പിന്നെ അതിന് ഓർഡർ കൊടുത്ത് ഞങ്ങൾ കുറേ ദിവസം വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ എന്നൊന്നും അറിയണമല്ലോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത മെമ്മറി കാർഡിൻ്റെ സംഭവം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ChatGPTയോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ ഫോണിലെടുക്കുന്ന വീഡിയോ ഇൻഷോട്ടിലിട്ട് ഡൗൺലോഡ് ചെയ്ത് ചെയ്യലാണ് പണി. പക്ഷേ ലാപ്പിലേക്ക് എന്ത് ചെയ്തിട്ട് ഇൻഷോട്ട് വരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ക്യാപ് കട്ടിലോട്ട് മാറിയത്. അതും നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെയും ChatGPTയോട് ചോദിച്ചപ്പോൾ ആള് പറയണ്, കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ സുഖം ഫോണാണ് ഇത്രേ. അപ്പം പിന്നെ ഈ ChatGPTനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫുള്ള് ഡീറ്റെയിൽസ് ചോദിച്ച് ഏതൊക്കെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ക്യാമറ എടുത്തത്. എന്നിട്ടാണ് ഇപ്പം അവൻ അങ്ങനെ പറയുന്നത്. വല്ലാത്ത ജാതി ആൾ തന്നെ കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു, എന്ത് കാര്യവും ആദ്യം ചെയ്യുമ്പോൾ മൊത്തത്തിൽ തടസ്സങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, പിന്നെ നമ്മൾ ചെയ്താണല്ലോ പഠിക്കുന്നതെന്ന്. എടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട് വിടാനായിട്ട് മനസ്സങ്ങോട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. കാരണം ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ക്യാമറയിൽ എടുത്തൊരു വീഡിയോ ആണല്ലോ, അതെന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്തു അത്ര കഷ്ടപ്പെട്ടിട്ട്. അപ്പം പിന്നെ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചത്. കുറച്ച് ലൈറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോ അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇനി നമുക്ക് അതും കൂടി സെറ്റാക്കിയിട്ട് വേണം ഇനി ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇപ്പം ഞാൻ തൽക്കാലം ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോസൊക്കെ ഫോണിൽ തന്നെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഇതൊന്ന് പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്തിനും സമയമെടുത്ത് നമ്മളത് പഠിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് ഒന്നിന്നും കിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും ഉണ്ടാക്കി പഠിക്കില്ല എന്ന് വിചാരിച്ച ഒരു ഐറ്റമായിരുന്നു ദോശ. ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാവാറില്ല കേട്ടോ. പിന്നെ ഞാൻ ക്ഷമയോടുകൂടി കാത്തിരുന്ന് ദോശയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ദോശ ഉണ്ടാക്കാൻ ഒരു എക്സ്പേർട്ട് ആയിട്ടുണ്ട്. വല്ലാണ്ട് തള്ളണില്ല കേട്ടോ, കാരണം ഇടയ്ക്ക് കൊളാവാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് സാമ്പാറൊക്കെ വെച്ച് സെറ്റാക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മുടെ ക്യാമറ ചെറുതായിട്ട് നമുക്ക് പണി തന്നിട്ടുള്ളതുകൊണ്ട് നമ്മുടെ സമയം മൊത്തത്തിൽ വൈകിട്ടോ. കാരണം ഇനി നമ്മുടെ എന്തെങ്കിലും ഭാഗത്ത് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ നേരം നോക്കി. പിന്നെയാണ് മനസ്സിലായത് കേട്ടോ ലൈറ്റിൻ്റെ പ്രശ്നമാണെന്നുള്ളത്. അതുകൊണ്ട് ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ സാമ്പാർ വെക്കുന്നത്. ഇപ്പോൾ പരമാവധി രാവിലെ തന്നെ എൻ്റെ അടുക്കളപ്പണി മൊത്തത്തിൽ തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം വൈകി ജോലി ചെയ്യുന്നത് എനിക്കും മടുപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നതും എനിക്ക് വലിയ താല്പര്യമില്ല. പെട്ടെന്ന് പണി കഴിക്കുക, പെട്ടെന്ന് പോയി റെസ്റ്റ് ചെയ്യുക, അതാണ് എൻ്റെ പോളിസി. സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മീനെടുത്ത് വറക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കുടുത മീനാണ്.
സാമ്പാറും മീൻ വറുത്തതും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കൂട്ടത്തിൽ കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ കൂടുതൽ. അപ്പോൾ അതിൽ നിന്ന് 4 പീസ് എടുത്ത് ഞാൻ വറുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നാളെ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതിൽ ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ വറക്കാനായിട്ട് വെച്ചത്. സിമ്മിലിട്ട് അവിടെ വെച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു, അതൊക്കെ പോയി തീർക്കുന്നുണ്ട് കേട്ടോ. പണി വേറൊന്നല്ലായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് മുളക് തൈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനൊന്ന് നനച്ചു കൊടുക്കണമായിരുന്നു. അപ്പോൾ ഒരുപാട് വേലാവുന്നതിന് മുമ്പേ തന്നെ പോയി നനയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ അന്ന് കടയിൽ പോയപ്പോൾ വാങ്ങിയ മല്ലിയും മുളകും ഇതുവരെ ഒന്നും ചെയ്യാണ്ട് അവിടെ എടുത്തു വെച്ചിരിക്കുകയെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് പൊട്ടിച്ച് വെയിലത്തിട്ടിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു വിടാം. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പൊടിപ്പിച്ച് കിട്ടുമല്ലോ. അപ്പം അത് കൈയോടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ മുളകും മല്ലിയൊക്കെ വെയിലത്ത് കൊണ്ടുവന്നിട്ട് വൈകുന്നേരമായ സമയത്ത് ഞാൻ പൊടിപ്പിക്കാൻ വേണ്ടി ആക്കി വെക്കുന്ന സമയത്താണ് അമ്മ ചോദിച്ചത്, നീ ഇത് കഴുകിയിട്ടാണോ സെറ്റാക്കിയെന്ന്. പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, മല്ലി മുളകും കഴുകിയതിന് ശേഷം വേണം ഉണക്കിയിട്ട് പൊടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിറയെ അഴുക്കുണ്ടാവും എന്നുള്ളത്. സാധാരണ ഈ ഒരു ഭാഗത്തേക്കൊന്നും ഞാൻ അങ്ങനെ വരാറില്ല കേട്ടോ. അമ്മയുടെ സെക്ഷനാണ് ഈ മല്ലി മുളകും പൊടിപ്പിക്കലൊക്കെ. അതുകൊണ്ട് എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുക. പിന്നെ പിറ്റേ ദിവസം അത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായിട്ട് പറയാം. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.